ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, പട്ടണം ഉറപ്പുള്ളതാണ്, വലിപ്പമുള്ളവയാ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പട്ടണം ഉറപ്പുള്ളതാണെങ്കിലും പട്ടണം വലിപ്പമുള്ളതാണെങ്കിലും എൻ്റെ പണിക്ക് തടസ്സം വരത്തില്ല, എൻ്റെ പണിക്ക് തടസ്സം വരത്തില്ല. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ, ഹല്ലേലൂയ, ദ ഗേറ്റ്സ് ഓഫ് ഹെൽ പ്രിവെയിൽ ചെയ്യത്തില്ല. അതിനെ തകർത്ത് നമുക്ക് വേണ്ടി കാര്യങ്ങളെ നടത്തി തരുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് പറയരുത്. ഇന്ന് പകൽ പറയണം, ചില വിഷയങ്ങളുടെ പുറത്ത് ഹല്ലേലൂയ, എനിക്കത് കഴിയും, എന്നെ കൊണ്ടത് കഴിയും, എനിക്കൊരു ദൈവമുണ്ട്. എത്ര പേർ അത് കരമുയർത്തി സ്തോത്രം ചെയ്തു പറയും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിരിക്കേണ്ടത് വിശ്വാസമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിച്ചാൽ മതി. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം അത്രേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്ഭുതം നടക്കും. നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ. ചന്ദ്രരോഗം പിടിച്ച ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കുവാനായിട്ട്, സ്തോത്രം, 9 ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പക്ഷേ യേശു കർത്താവ് മറൂപമലയിൽ നിന്നും 3 ശിഷ്യന്മാരുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ, സ്തോത്രം, കർത്താവിൻ്റെ മുമ്പിൽ ആ ഭൂതം വിട്ടുപോയി. സ്തോത്രം, ചന്ദ്രരോഗം പിടിച്ച കുഞ്ഞ് സൗഖ്യമായി. ഞങ്ങൾക്ക് എന്തുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ്, നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടായാൽ നിങ്ങളുടെ മുന്നിൽ മല പോലെ വിഷയങ്ങൾ വന്നാലും അതിനെ ജയിക്കാനുള്ള, സ്തോത്രം, ഒറ്റ ആയുധം നിങ്ങളുടെ വിശ്വാസമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുമോ? മല പോലെ, പർവ്വതം പോലെ ചില വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുവെങ്കിലും ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, അത്, സ്തോത്രം, എൻ്റെ മുന്നിൽ നിന്നും മാറിപ്പോകും, എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോകും. ചില തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ മുന്നിൽ ചില തടസ്സങ്ങൾ ഇന്ന് പകൽ പർവ്വതം പോലെയാ നിൽക്കുന്നേ, പർവ്വതം പോലെയാ തടസ്സം നിൽക്കുന്നേ. എന്നാൽ ആ പർവ്വതം പോലെ നിൽക്കുന്ന വിഷയം ഇന്ന് പകൽ നീങ്ങി മാറും, ഇന്ന് പകൽ നീങ്ങി മാറും, ഇന്ന് പകൽ നീങ്ങി മാറും. വിശ്വാസത്തോടെ പറ, നീ മുന്നോട്ട് പോകും, നീ അത് കൈവശമാക്കും.